പ്രസിഡന്റ് എന്താണ് ഇവിടെ കാണിക്കുന്നത്? എത്ര നേരം ഇവിടെ കാത്തിക്കാൻ തുടങ്ങിയിട്ട്? മന്മഥൻ സാർ ഇപ്പൊ എത്തും, ഞാൻ വിളിച്ചിട്ടുണ്ട്. സാറ് കൂടി വന്നിട്ട് ഒരു പോലീസൊക്കെ ഉണ്ടാവുമ്പോ ഈ വിഷയമൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റൂ. നമ്മളെ പിള്ളേർ പഠിക്കുന്ന സ്കൂളാണ്. അറിയാം, എന്റെയും പിള്ളേരിന് മന്മഥൻ സാറേയും കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ സാറേയും വിളിച്ചത്. കുട്ടികളെ എങ്ങനെ വിശ്വാസികൾ വിടും ഇവിടെ നമ്മള്? എന്തായാലും സാറ് വരട്ടെ, ഇപ്പൊ എത്തും. ഒരു കുഞ്ഞ് വേഷം പോലെ തരാതെ ഞാൻ പറഞ്ഞ റീലിയേറ്റ് മന്മഥൻ സാർ വാ, എല്ലാറ്റിനും അറസ്റ്റ് കോടതി കാറ്റി ഞാൻ റീല് ചെയ്യാൻ ഒരു കുറഞ്ഞ ജീവ വരി എന്തെങ്കിലും അവസാന ശ്വാസം വരെ പോലാണ് ഞാൻ. ഉണ്ണി വെറും പ്യൂണല്ല എന്ന് മനസ്സിലാക്കണം. പോലീസും കൂടി വന്നാൽ ഇതിനൊരു ഇതുണ്ടാവും. അതുകൊണ്ട് മന്മഥൻ സാർ വരട്ടെ എന്ന് പറയുന്നത്. സാറ് വരട്ടെ, സാർ എത്തിയല്ലോ. നമസ്കാരം സാർ. നമസ്കാരം. ആരെങ്കിലും കണ്ടിരുന്നോ? ഇല്ല, കണ്ടില്ല. സാറ് വെയിറ്റ് ചെയ്യരുത്. ഞങ്ങൾ ഇത് ആരാ വിളിച്ചു പറഞ്ഞു നിങ്ങളൊക്കെ? ഞങ്ങളോട് പേരൊന്നും പറഞ്ഞില്ല. സാറോട് പറഞ്ഞോ? ഇല്ല, എന്നോടും ഒരു അജ്ഞാത കോളെന്ന് പറയണ സംസാരിച്ചത്. മന്മഥൻ സാർ? അയ്യോ, മന്മഥൻ സാർ ഈ സമയത്ത് എന്താ PTA പ്രസിഡന്റ് ഉണ്ടല്ലോ? എന്താ സാറേ ഇവിടെ എന്തോ അനാശാസ്യം നടക്കുന്നു ഫോൺ വന്നിരുന്നു. ഫോൺ വന്നോ? ഞങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ട്. ഓ, അത് ശരി. ഈ സ്കൂളാണോ സാറേ? ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ വന്നേ. എന്റെ മോള് പഠിക്കുന്ന സ്കൂളിലാണല്ലോ. അതെ, അവിടെ നിന്നും പറയാൻ വന്നത്. ആരാ സാറേ വിളിച്ചേ? വിളിച്ചത് ആരായാലും അത് ഞാൻ കണ്ടുപിടിച്ചോളാം. ഇനി നമ്മളെ പറ്റിക്കാൻ വേണ്ടി അങ്ങനെ വിളിച്ചാണെന്ന് അവനുള്ള പണി ഞാൻ കൊടുത്തോളാം. ഒരു കാര്യം PTA പ്രസിഡന്റ് വാ, നമുക്കൊന്ന് പോയി നോക്കിട്ട് വരാം. അതൊക്കെ ശരിയാവും, ഞങ്ങളോട് വരാം. ഞങ്ങളുടെ പിള്ളേരെ പഠിക്കുന്ന അതെ, ഞാനും സാറും കൂടി പോയിട്ട് വരാം. സമാധാനമായിട്ട് നിൽക്കുക. ഞങ്ങൾ പോയി നോക്കിട്ട് എന്താ വെച്ചാൽ പറയാം. സാറിന്റെ കൃത്യനിർവഹണത്തിന് ഒരു തടസ്സവും വരാതെ ഞാൻ നോക്കിക്കോളൂ സാറേ. അതെ, അജ്ഞാത കോളായിരിക്കും. കാരണം കേരളത്തിലേക്ക് അജ്ഞാത കോൾ വിളിക്കേണ്ട ആവശ്യമില്ല. ഉത്തരേന്ത്യനായിരിക്കും. പക്ഷെ പറയുന്നതെല്ലാം കറക്റ്റ് ആയിരിക്കും. ചിലപ്പം അജ്ഞാത കോൾ അജ്ഞാതിനെ വെറുതെ വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ല. സത്യം അറിയണമല്ലോ എല്ലാവരും. അതെ, സാറ് കണ്ടുപിടിച്ചോളൂ. അത് കറക്റ്റ് ആയിരിക്കും. വെറുതെ ഒരാളിങ്ങനെ വർത്താനം പറയില്ല. അത് കണ്ടുപിടിക്കണം, പിടിച്ചേ പറ്റൂ. എന്താ പരിപാടി ഇവിടെ? എന്താണ് അതല്ല, ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പോയപ്പോ എന്താണ് സാറിന്റെ ഇതാണല്ലോ ഇവിടെ പരിപാടി. പരിപാടി ഇതൊരു സരസ്വതി ക്ഷേത്രമാണെന്നുള്ള കാര്യം അധ്യാപകർക്ക് അറിയാവോ? സരസ്വതി ക്ഷേത്രം റോഡിന്റെ അപ്പുറത്ത്, അത് സ്കൂളല്ലേ? മാഷന്മാരാണ് സ്കൂളിൽ പഠിപ്പിക്കണേ. ഇവിടുത്തെ മാഷന്മാരെ പറ്റി ഒരു പരാതി വന്നിട്ടുണ്ട് സ്റ്റേഷനിൽ. ഇവിടെ അഴിഞ്ഞാട്ടം നടക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല, പുറത്ത് ഒരുപാട് രക്ഷകർത്താക്കളുണ്ട്. സാറേ, ഞങ്ങള് റീല് ചെയ്യാൻ ഇവിടെ. അധ്യാപകര് റീല് ചെയ്യേ. സാർ എന്ത് വർത്താനം പറയണ? ഞങ്ങള് കഴിഞ്ഞ തവണ ചെയ്ത അടിയെ കൊല്ലിതേ എത്ര വ്യൂവേഴ്സ് എന്നറിയാമോ? 1 മില്യൺ. ഈ നിലയ്ക്കാണ് നിങ്ങൾ പോണെങ്കിൽ വൈകാതെ തന്നെ ഇവിടുത്തെ രക്ഷകർത്താക്കളും നാട്ടുകാരും കൂടെ നിങ്ങളെ അടിച്ച് കൊല്ലും. ഈ തോന്നിയ ദിവസം ഇവിടെ നടക്കൂല. സാറേ, എന്ത് തോന്നിയാസാ സാറ് പറഞ്ഞത്? റീല് ചെയ്യേണ്ടത് തോന്നിയാസാണോ? പക്ഷേ ഇവിടെ ഞങ്ങൾ കുട്ടികളെ വിടുന്നത് എന്തിനാണെന്നറിയാമോ? അവർക്ക് ഇച്ചിരി വിവരവും വിദ്യാഭ്യാസവും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള നിങ്ങൾ ഈ തോന്നിയാസം കാണിച്ചാൽ അവര് ഞങ്ങളെ കുട്ടികളെ എങ്ങനെ വിശ്വസിച്ച് ഇങ്ങോട്ട് വിടും? എന്താ തോന്നിയാസം? സാറേ, സാറൊരു കാര്യം മനസ്സിലാക്കണം. രാവിലെ മുതൽ ഈ കുട്ടികളോട് മുഴുവനെ മല്ലിട്ടിട്ട് മാനസികമായിട്ട് ആകെ ടെൻഷനായിട്ടാണ് അധ്യാപകർ ഇരിക്കുന്നത്. ആ സമയത്ത് ലേശം ഒരു റീല് ചെയ്തു എന്ന് വിചാരിച്ചാൽ എന്താ കുഴപ്പം? പക്ഷേ ഞാൻ വർക്ക് ചെയ്യണത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ്. അവിടെ ഇല്ലാത്ത മാനസിക സമ്മർദ്ദമൊന്നും എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കോ, ഞങ്ങൾക്ക് ആഴ്ചയിൽ 5 ദിവസം ജോലി ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല, ഇപ്പൊ 6 ദിവസം വർക്ക് ചെയ്യണം.
ഇതൊക്കെ ആവാന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ പിന്നെ മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ. മന്ത്രി പറഞ്ഞു ഇപ്പൊ എല്ലാ ഓഫീസിലും മന്ത്രി പറഞ്ഞുള്ള ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇങ്ങനെ തോന്നിയാസം കാണിക്കുന്നത്. എന്നാൽ ഈ തോന്നിയാസം ഇവിടെ നടക്കൂല. 4 മണിക്ക് സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ പോയതിനു ശേഷം പറഞ്ഞു കൊടുക്കില്ല. അല്ലാതെ പിള്ളേരുടെ മുമ്പിൽ കിടന്ന് തുള്ളല്ലോ. അതെ, അത് തന്നെയാണ് പരാതി വന്നേക്കുന്നത്. ഇപ്പൊ കുട്ടികൾ പോയി കഴിഞ്ഞിട്ട് മാഷന്മാരും ടീച്ചർമാരും കൂടെ കഥ കടച്ചിട്ട് ഇതിനകത്ത് അനാശാസ്യം പുറത്ത് പ്രസിഡന്റ് വിളിച്ചോണ്ട് പോവാൻ ആരാന്നുള്ള നിലവിടും. പിന്നെ പെണ്ണുങ്ങളോട് പറഞ്ഞാൽ ടീച്ചർ വലിയ ഇതാവൊന്നും വേണ്ട കേട്ടാ. ഇത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ നിങ്ങൾ വിചാരിക്കണ്ട. ഇവിടെ MLA-യും മന്ത്രിയൊക്കെ എനിക്ക് അറിയാന്നുള്ളവരുണ്ട്. എന്താ ചെയ്യാൻ പറ്റുന്നത് ഞാൻ കാണും. നമ്മളിത് പോസ്റ്റ് ചെയ്ത് അതെ ഈ പോസ്റ്റിന് പിറകെ നിനക്ക് പോസ്റ്റ് വരുന്നു. പോസ്റ്റല് നിന്റെ സസ്പെൻഷൻ ഇതിന്റെയൊക്കെ അവസാനത്തെ റീലായിരിക്കും. MLA അടുത്ത് പോകണം. ഒരു പ്രശ്നമില്ല. വണ്ടി കിടക്ക് എന്തായാലും ആളുണ്ട്. ഇതോടെ പാട്ടെല്ലാം കയറുമ്പോൾ എന്തെങ്കിലും വിശേഷം ഉണ്ടോ? റെഡിയായോ? പിന്നെ നോക്കട്ടെ. സൂപ്പറായിട്ടുണ്ട്. ശരിയായിട്ടില്ലെന്ന് പ്രസാദേ, നീ എന്തിനാ കാലിനെ ചവിട്ടി? ഞാൻ ചവിട്ടിയില്ല സാർ. പിന്നെ ആര് ചവിട്ടി? ആരാ ചവിട്ടിയ കാലിനെ? ഞാനല്ല. നീ നോക്കണ്ടേ? എനിക്കെന്തിനാ പൈസ എടുക്കുന്നു? ശരിയായിട്ടില്ല. ഒന്നും കൂടെ എടുക്കാം. ഒന്നും കൂടെ എടുക്കാം. എന്തുവാണ് സാറേ, ഇത് കലിയുഗമല്ല, റീൽ യുഗം. മറിമായത്തിന്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.